പ്രതിസന്ധികൾ വരട്ടെ, പ്രതിസന്ധികൾ നമുക്ക് അത് തരണം ചെയ്യാമേ. പ്രതിസന്ധികൾ വരുമ്പോഴേക്കും നമുക്ക് തരണം ചെയ്യാം, അതൊന്നും പ്രശ്നമില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ മെച്ചപ്പെട്ട് വരട്ടെ എന്ന് എഴുതിയിട്ട് നാഗർകോവിൽ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി കാത്തിരിക്കുകയില്ല. കോൺട്രാക്ടർമാരെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് തന്നെ വർക്ക് പൂർത്തിയാക്കി അവർക്ക് ബില്ല് മാറണം, എങ്കിൽ മാത്രമേ അവർക്ക് അടുത്ത വർക്കിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ ശരിയാണെന്നാണ് നിങ്ങൾ കണ്ടെത്തിയാലും ആ ശരി അനുവദിച്ചു തരാൻ ഇനി ഭരണസമിതി തയ്യാറാകുന്നില്ല എന്ന് വളരെ മനോഹരമായി നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. ജൂണിൽ ടെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് മാർച്ചിലും പൂർത്തിയാകാതെ സ്പിൽ ഓവറായിട്ട് അടുത്ത വർഷത്തേക്കോ അതിൻ്റെ അടുത്ത വർഷത്തേക്കോ പോകുന്നത്? ഈ നടപടി നാടിനെ ദ്രോഹിക്കുന്നതല്ലേ? നിങ്ങൾക്ക് താങ്ങാത്ത വർക്ക് എടുക്കുകയും എന്തിനാണ് അങ്ങനെ പോകുന്നത്? നാട്ടിലുള്ള എല്ലാ വർക്കിലും കയറി എത്തിപ്പിടിച്ചെടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കുകൾ ഞാനും ചെയ്യില്ല, ആരെ കൊണ്ട് ചെയ്യാനും സമ്മതിക്കാത്തൊരു സാഹചര്യം ഉണ്ടാക്കുന്നതിലേക്ക് നമ്മൾ എന്തിനാണ് പോകുന്നത്? ഇത്തരത്തിലൊരു യോഗം എനിക്ക് തോന്നുന്നു അങ്ങനെ സാധാരണമായിട്ട് നടക്കാറുള്ള ശൈലിയുള്ള യോഗമല്ല. കോൺട്രാക്ടർമാരും എഞ്ചിനീയർമാരും കൗൺസിലർമാരും മാധ്യമപ്രവർത്തകരും, ഞാനതുകൊണ്ടാണ് അടിവരയിട്ട് പറയുന്നത്, പത്രപ്രവർത്തകർ ഉൾപ്പെടെയുള്ള യോഗം അങ്ങനെ സാധാരണയായിട്ട് നടക്കാറില്ല. ഈ യോഗം ഈ ഭരണസമിതി വന്നിട്ട് ആദ്യത്തെ മാസമോ രണ്ടാമത്തെ മാസമോ ചേരുന്ന യോഗവുമല്ല. ഒരു 4-5 മാസം പ്രവർത്തിച്ചതിന് ശേഷം വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് കഴിഞ്ഞ് നടന്ന ഒരു കൗൺസിൽ യോഗത്തിൽ നടന്ന ചർച്ചകളുടെ യാദൃച്ഛികമായി ഉയർന്നു വന്ന ചർച്ചകൾ, ആ ചർച്ചകൾ മരാമത്ത് വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നപ്പോൾ ഏറെക്കുറെ എല്ലാ കൗൺസിലർമാർക്കും ആഗ്രഹിച്ച എല്ലാ കൗൺസിലർമാർക്കും അഭിപ്രായം പറയുവാനുള്ള അവസരം കൊടുത്തപ്പോൾ അതിൽ നിന്നും സ്വാഭാവികമായിട്ട് ഉരുത്തിരിഞ്ഞു വന്ന ഒരാശയമാണ് ഇത്തരത്തിൽ ഒരു യോഗം ചേരണം, കോൺട്രാക്ടർമാരും ജീവനക്കാരും അതോടൊപ്പം തന്നെ കൗൺസിലർമാർ ഉൾപ്പെടുന്ന ഒരു യോഗം ചേരണമെന്നുള്ളൊരാശയം ആ കൗൺസിൽ യോഗത്തിൽ ഉയർന്നു വന്നതാണ്. അതിനനുസരിച്ചിട്ടാണ് കുറച്ച് നീണ്ടുപോയെങ്കിലും നമുക്കിന്നിവിടെ ഇരിക്കാൻ സാധിച്ചത്. ഇവിടെ കോർപ്പറേഷൻ്റെ മേയർ എന്നുള്ള നിലയ്ക്ക് ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരുപക്ഷെ എൻ്റെയോടൊപ്പം ഇരിക്കുന്നതിലും ഈ ഇരിക്കുന്നതിലൊക്കെ തന്നെ ആശയപരമായിട്ട് വിയോജിപ്പുള്ള നിരവധി പേരുണ്ട്. അങ്ങനെ ഉണ്ടാകണം, അതാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. പക്ഷേ ഈ ഇരിക്കുന്ന എല്ലാവർക്കും ഒറ്റ കാര്യത്തിൽ യോജിപ്പുണ്ട്: കോർപ്പറേഷൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കണം, നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണം. ആശയപരമായി വിയോജിക്കുമ്പോഴും നേരത്തെ ഡെപ്യൂട്ടി മേയർ പറഞ്ഞൊരു കാര്യം ഏറ്റവും പ്രധാനമാണ്. കൗൺസിലിൽ ശക്തമായിട്ട് വിയോജിക്കുന്ന കൗൺസിലർമാർക്കും അവരവരുടെ വാർഡുകളിൽ നന്നായിട്ട് പ്രവർത്തനം നടന്നാൽ മാത്രമേ അവർക്ക് ജനങ്ങളുടെ ഇടയിൽ നിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല നമ്മൾ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം നമുക്ക് കാത്തു സൂക്ഷിക്കാനും സാധിക്കുകയുള്ളൂ. കോൺട്രാക്ടർമാരെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് തന്നെ വർക്ക് പൂർത്തിയാക്കി അവർക്ക് ബില്ല് മാറണം, എങ്കിൽ മാത്രമേ അവർക്ക് അടുത്ത വർക്കിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ, അവരുടെ കാര്യവും ഉദ്ദേശമൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥന്മാരും അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയുള്ള മാനസികാവസ്ഥയോടെയാണ് ജോലിക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹം ഇക്കാര്യങ്ങൾ നടക്കണമെന്നാണെങ്കിലും ഇക്കാര്യങ്ങൾ ഒരു 10-20% പോലും പലപ്പോഴും നടക്കാത്തൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യമാണ് ഈ ചർച്ചകളിലൂടെ ആശയവിനിമയ പ്രക്രിയയിലൂടെ പരിഹരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മളിന്നിവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. എന്നോട് കഴിഞ്ഞ ദിവസങ്ങളിൽ പല ദിവസങ്ങളിലും പ്രത്യേകിച്ച് ഇന്നലെ രാത്രി ഉൾപ്പെടെ ചിലർ എന്നോട് ബന്ധപ്പെട്ടിട്ട് ഇത്തരത്തിലൊരു യോഗത്തെ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞൊന്നുമില്ല, മേയറായിരിക്കുന്ന സ്ഥലത്ത് ഉള്ള ജീവനക്കാരെയും കോൺട്രാക്ടർമാരെയൊക്കെ ഒരുമിച്ചൊന്ന് കാണണം, പരിചയപ്പെടണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെയും ചില ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള യോഗമെന്നാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഞാൻ ഒരു കാര്യം തുടക്കത്തിൽ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വേഗത്തിലാക്കണം. അതിന് കുറച്ച് കൂടുതൽ വേഗത്തിലാക്കണം. സമയം നമ്മളാരെയും കാത്തു നിൽക്കില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കുറച്ച് പ്രവൃത്തി നടക്കാൻ വേണ്ടി താമസിച്ചു എന്ന് കരുതിയിട്ട് ലോകത്ത് മറ്റെല്ലാ സ്ഥാപനങ്ങളും അത് കാത്തു നിൽക്കില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ മെച്ചപ്പെട്ട് വരട്ടെ എന്ന് കരുതിയിട്ട് നാഗർകോവിൽ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി കാത്തിരിക്കുകയില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ എല്ലാ പ്രവർത്തനവും വേഗത്തിലാകട്ടെ, അതുവരെ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് തൊട്ടപ്പുറത്തെ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയെ കാത്തിരിക്കില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രവർത്തനം മെച്ചപ്പെട്ടെ എന്ന് പറഞ്ഞിട്ട് ചെന്നൈ കോർപ്പറേഷൻ കാത്തിരിക്കില്ല. അവരൊക്കെ തന്നെ കിട്ടുന്ന എല്ലാ സാഹചര്യങ്ങളും ഉപയോഗിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അതിനൊപ്പമല്ല അതിനപ്പുറം വേഗത്തിലാകാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നാണ് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത്. എല്ലാവർക്കും അവരവരുടേതായ പ്രശ്നങ്ങൾ പറയാൻ കാണും, എല്ലാവർക്കും കാണും. കൗൺസിലർമാർക്ക് കെട്ടഴിച്ചു കഴിഞ്ഞാൽ വെളുത്താലും തീരാത്ത തരത്തിൽ അവർക്ക് തന്നെ പറയാൻ കാണും, പെയ്തൊഴിയും അവരൊക്കെ തന്നെ. കോൺട്രാക്ടർമാർക്ക് ഭീകരമായിട്ടുള്ള പ്രതിസന്ധികൾ അവർ നേരിടുന്നതിനെ പറയാൻ കാണും, ജീവനക്കാർക്കും കാണും. പക്ഷേ നമുക്ക് ഈ പ്രതിസന്ധിയിൽ പരിഹരിച്ചുകൊണ്ട് നമുക്കൊന്ന് എൻജോയ് ചെയ്തുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ എങ്ങനെ നടത്തി മുന്നോട്ട് പോകാം എന്നാണ് ചിന്തിക്കാനുള്ളത്. ഒരു വളരുന്നൊരു സമൂഹത്തിൽ മാത്രമേ എല്ലാവർക്കും അതിൻ്റെതായ ഫലങ്ങൾ ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ.
എനിക്ക് കോൺട്രാക്ടർമാരുടെ മുന്നിൽ വയ്ക്കുവാനുള്ള ഒരു കാര്യം, ഇപ്പോൾ ജൂൺ മാസത്തിലൊക്കെ ആയിരിക്കും ഒരുപക്ഷെ നമ്മൾ എസ്റ്റിമേറ്റൊക്കെ എടുത്തു വരുന്നത്. ഈ പ്രവർത്തികൾ ജൂണിൽ ടെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് മാർച്ചിലും പൂർത്തിയാകാതെ സ്പിൽ ഓവറായിട്ട് അടുത്ത വർഷത്തേക്കോ അതിൻ്റെ അടുത്ത വർഷത്തേക്കോ പോകുന്നത്? എങ്ങനെയാണ് പോകുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ കാരണം ഉണ്ടാകും. ജൂണിൽ പ്രവർത്തികൾ ടെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ നവംബറിൽ പ്രവർത്തനം അവസാനിപ്പിച്ച് ബില്ലെഴുതാൻ പോകാൻ വേണ്ടിയിട്ട് ഉള്ള നിങ്ങൾക്ക് എന്താണ് തടസ്സം? ആ തടസ്സങ്ങൾ മാറ്റിത്തരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി. നിങ്ങൾക്ക് ഇപ്പം ഇവിടെ വെച്ച് പറയണമെന്നില്ല. ഇന്ന് നിങ്ങളെ ഒരുമിച്ച് വിളിച്ചിട്ട് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം, ജൂണിൽ ടെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ നവംബർ മാസത്തിൽ ആ വർക്ക് പൂർത്തിയാക്കുവാനുള്ള തടസ്സം നിങ്ങൾക്ക് എന്താണ്? ആ തടസ്സം മാറ്റിത്തരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. ആ തടസ്സം മാറ്റിത്തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ആ തടസ്സം മാറ്റിത്തരാൻ ഏത് എക്സ്റ്റെൻറ്റ് വരെ പോയാലും ഞങ്ങൾക്ക് മടിയില്ല. അതിന് ഈ കൗൺസിലിലെ 101 കൗൺസിലർമാരും ഒറ്റക്കെട്ടാണെന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ യോഗം വിളിക്കുന്നതെന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല, കാരണം എല്ലാവർക്കും അറിയാമെന്നുള്ളതുകൊണ്ട് വീണ്ടും അതിനെ ഇങ്ങനെ പറഞ്ഞ് അന്തരീക്ഷത്തിൽ അത് നിലനിർത്തുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നമുക്ക് നമ്മുടെ മിനിമം, നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ക്യാപിറ്റലിന് അപ്പുറമുള്ള വർക്ക് എന്തിനാണ് നമ്മൾ കോട്ട് ചെയ്യുന്നത്? നാട്ടിലുള്ള എല്ലാ വർക്കും എടുത്തിടും. നാട്ടിലുള്ള എല്ലാ വർക്കിലും കയറി എടുത്തിട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കുകൾ ഞാനും ചെയ്യില്ല, ആരെ കൊണ്ട് ചെയ്യാനും സമ്മതിക്കാത്തൊരു സാഹചര്യം ഉണ്ടാക്കുന്നതിലേക്ക് നമ്മൾ എന്തിനാണ് പോകുന്നത്? ഇപ്പോൾ പലരും ബിലോയിൽ വർക്ക് എടുക്കും. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്കതിൽ നിന്ന് ലാഭം കിട്ടുമെന്നുള്ള ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ബിലോയിൽ നിങ്ങൾ എത്ര ഓർഡർ എടുത്തോളൂ, വർക്കിനൊരു തുകയുണ്ടാകും. പക്ഷെ ബിലോയിൽ വർക്ക് എടുത്തതിന് ശേഷമാണ് പറയുന്നത് ഞാൻ ബിലോയിലാണ് എഴുതുന്നത് അതുകൊണ്ട് ചെയ്യാം. നിങ്ങളാരെങ്കിലും പറഞ്ഞാൽ ബിലോയിൽ എഴുതാൻ? നിങ്ങളോട് ആരും ബിലോയിൽ എഴുതാൻ പറഞ്ഞില്ലല്ലോ. പലരും വർക്ക് സൈറ്റിൽ നിന്ന് കാണാതെയാണ് വർക്ക് എടുക്കുന്നത്. ഈ ടെൻഡർ ആയതുകൊണ്ട് അതൊക്കെ സൗകര്യമുണ്ട്, ഇവിടെ ഉണ്ടെങ്കിൽ കോട്ട് ചെയ്യും. എന്നിട്ട് പറയും അവിടെ മണ്ണിടിഞ്ഞ് കിടക്കുന്നു, അവിടെ കനാലുണ്ടായിരുന്നു, ഞാനത് കണ്ടില്ല. നിങ്ങൾ കാണണം, നിങ്ങൾ വർക്ക് സൈറ്റിൽ പോയിട്ട് വർക്ക്സ് കാണണം, അതിനുശേഷം മാത്രമേ നിങ്ങൾ കോട്ട് ചെയ്യാവുള്ളൂ. എന്നിട്ട് ചിലർ ബുദ്ധിമാന്മാർ ചെയ്യുന്നത് ബിലോയിൽ വർക്ക് കോട്ട് ചെയ്തിട്ട് അവർ വർക്ക് എടുക്കും, ആറും പിന്നെ എടുക്കൂലല്ലോ. അതിൽ ആരും എടുക്കുകയില്ല, അത് ചെയ്യുകയില്ല. ഇത് നാടിനെ ദ്രോഹിക്കുന്നതല്ലേ? ഈ നടപടി നാടിനെ ദ്രോഹിക്കുന്നതല്ലേ? നിങ്ങൾക്ക് താങ്ങാത്ത വർക്ക് എടുക്കുകയും എന്തിനാണ് അങ്ങനെ പോകുന്നത്? അങ്ങനെ പോകുന്നത് ഒരു നാടിനെ പുറകോട്ടടിക്കുന്നതിന് തുല്യമല്ലേ എന്നാണ് നമുക്ക് ചോദിക്കുവാനുള്ളത്. ഇതിന് എന്തെങ്കിലും തടസ്സം നിങ്ങൾക്ക് നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് താങ്ങുന്ന വർക്ക് നിങ്ങൾ എടുത്താൽ മതി. അവിടെ ഉണ്ടാകുന്ന ഒരു ഗുണം, നിങ്ങൾക്ക് സാധിക്കുന്ന വർക്ക് എടുക്കുകയും അതിനെ സമയബദ്ധമായി പൂർത്തിയാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും വികസനത്തിന്റെ കാര്യത്തിൽ ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സഹായിക്കുവാനും ഇടപെടുവാനും തയ്യാറാണ് എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് കൊടുത്ത സന്തോഷം. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ചേംബറിൽ അദ്ദേഹവുമായിട്ട് ഒരു 10-15 മിനിറ്റ് കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. സംസ്ഥാനത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് സംസാരിച്ച കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന് സഹായിക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളിലും വളരെ പോസിറ്റീവായിട്ടുള്ള നിലപാടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുത്തിട്ടുള്ളത്. ഇതൊരു 10 മിനിറ്റ് മുമ്പ് ഞങ്ങൾ തമ്മിൽ അദ്ദേഹത്തിന്റെ ചേംബറിൽ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അതേ ആത്മവിശ്വാസവുമായിട്ട് ഞാൻ വന്നോടനെ തന്നെ MR-നോട് ചോദിച്ചു, CM എന്താ പറഞ്ഞതെന്ന്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സഹായിക്കാൻ തയ്യാറാണ്, ഏത് തരത്തിലായാലും. അപ്പോൾ അങ്ങനെ ഒരു രാജ്യം മുഴുവൻ നമ്മളെ സഹായിക്കാൻ നിൽക്കുമ്പോഴേക്കും നമ്മുടേതായ ചില പിടിവാശികൾ കൊണ്ട്, ഞാനല്ലെങ്കിൽ വേറെ ആരും ചെയ്യേണ്ട എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അങ്ങനെ പോകുന്നത് ശരിയാണോ എന്ന് ആലോചിക്കണം. ഇനിയിപ്പോൾ ശരിയാണെന്നാണ് നിങ്ങൾ കണ്ടെത്തിയാലും ആ ശരി അനുവദിച്ചു തരാൻ ഇനി ഭരണസമിതി തയ്യാറാകുന്നില്ല എന്ന് വളരെ മനോഹരമായി നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നിവിടെ വിളിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ചില പ്രതിസന്ധികൾ ഉണ്ടാവും, നോക്കാം. പ്രതിസന്ധികൾ വരട്ടെ, പ്രതിസന്ധികൾ നമുക്ക് അത് തരണം ചെയ്യാമേ. പ്രതിസന്ധികൾ വരുമ്പോഴേക്കും നമുക്ക് തരണം ചെയ്യാം, അതൊന്നും പ്രശ്നമില്ല. ചിലപ്പോൾ റോഡ് ടാർ ചെയ്യാനായിട്ട് 6 മാസം താമസിക്കും, അല്ലെങ്കിൽ 1 വർഷം താമസിക്കും. ഇവിടെ 10-15 വർഷം താമസിച്ചിട്ട് എല്ലാ കുറ്റപ്പെടുത്തലും കേട്ടോണ്ടിരിക്കുന്ന ഈ കൗൺസിലർമാർക്ക് ഒരു തീരുമാനം എടുത്തതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രതിസന്ധി വരണമെങ്കിൽ അത് തരണം ചെയ്യാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ പറയുന്നത് ശുദ്ധമായി ഒഴുകണം. കോൺട്രാക്ടർമാരുടെ മേഖലയിലേക്ക് ഞങ്ങൾ കുറച്ച് കോൺട്രാക്ടർമാർ ഇവിടെ ഉണ്ട്, ഇവിടേക്ക് ആരും കടന്നു വരണ്ട എന്നുള്ള അഭിപ്രായമാണ് ആർക്കെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കാലം ആർക്ക് വേണ്ടി മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ കാലം തന്നെ നമ്മളെയൊക്കെ തന്നെ മാറ്റിമറിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. വരട്ടെ, പ്രവൃത്തി ചെയ്യാൻ തയ്യാറുള്ള ആര് വരെ. ഞങ്ങളൊരു 5-6 പേർ മാത്രം കോർപ്പറേഷനിൽ വന്ന് സെക്ഷനിലേക്ക് കണ്ട് ചില ഉദ്യോഗസ്ഥന്മാരെയൊക്കെ കണ്ട് ഞങ്ങൾ 2-3 പേര് കൂടെ അതങ്ങ് നടത്തിക്കൊണ്ട് പോകാമെന്നാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നടത്താൻ വേണ്ടി വിട്ടുതരാൻ വേണ്ടിയല്ല ജനങ്ങൾ ജയിപ്പിച്ചിട്ടുള്ളത്.